അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ അമൃതപ്പൊടി കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിന് ചായക്കോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര ഇടാം. അപ്പോൾ എനിക്ക് എത്ര ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത്. പിന്നെ ശേഷം വെള്ളവും കൂടി ഒഴിക്കുക. ഇതിൽ ഓൾറെഡി പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മധുരമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള പരുവത്തിലാക്കിയെടുക്കണം. ചിലർക്ക് ഭയങ്കര കട്ടിയിലായിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ചിലർക്ക് ഭയങ്കര ലൂസായിട്ടായിരിക്കും വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ആക്കിയെടുക്കുക. എനിക്ക് ഏതായാലും അധികം കട്ടിയുമില്ല അധികം ലൂസും അല്ലാത്തൊരു ടൈപ്പാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ആക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഒരു ഒഴിക്കാൻ പറ്റുന്നൊരു പാകമായാൽ നമ്മുടെ കല്ലടുപ്പത്ത് വെച്ച് ചൂടാവാൻ വയ്ക്കുക. എന്നിട്ട് നല്ലോണം ചൂടാവുന്നൊരു സമയത്തല്ലോ അപ്പോൾ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയത്ത് ഇങ്ങനെ ഇത്തിരി നേരം ഒന്ന് വേഗം വെക്കണം. പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ ശ്രമിച്ചാൽ ഇത് കീറിപ്പോവുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോവുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. മധുരമാണല്ലോ, അപ്പോൾ നോക്കിയിട്ടൊക്കെ ചെയ്യുക. വേണമെങ്കിൽ ഇതിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിട്ട് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഓയിലാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ എല്ലാ ഫുഡിനും ഓയിൽ തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചായതിനു ശേഷം ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ പതുക്കെ ഒന്നിങ്ങനെ ആദ്യം ഒന്ന് നീക്കി നോക്കാം കേട്ടോ. ഇത് വേഗം ഇങ്ങനെ പൊട്ടിപ്പോവും, വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ആവാൻ ടൈം കൊടുക്കുക. എന്നിട്ട് മറിച്ചിടുമ്പോൾ നല്ല ഇതായിട്ടു. ഫസ്റ്റത്തൊക്കെ കുറച്ചിങ്ങനെ പൊട്ടിപ്പോവും. പിന്നെ പതുക്കെ എടുത്താൽ അങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ഒന്ന് ഒഴിച്ച് നോക്കിയാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി ടൈം ആവാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊന്ന് മറിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലോണം കിട്ടും. പിന്നെ ഇത് അധികം അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇത് നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ ഉടനെ വേഗം കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ കുറേ സമയം വെക്കുന്നതോറും ഇതൊരു ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല ഒരു വെറൈറ്റി തന്നെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഉറപ്പൊന്നുമില്ല ഇതിന്. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ.